ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷോപ്സി എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളും പിന്നെ ഞാനൊരു കുർത്ത വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ന് വെച്ചാൽ അഫോർഡബിളായിട്ട് റേറ്റിനാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കും കൂടി ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് വാവയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഒരു കളിപ്പാട്ടാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഡക്ക്, അതായത് ഇങ്ങനെ ഡക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി പോകുന്ന ആ സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിവിടെ ഒരു ബട്ടൺ ഉണ്ട്, നമുക്കിവിടെ ഓൺ ആക്കാനായിട്ടൊരു ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു ബാറ്ററി ഇടണം. പിന്നെ ഇതിനകത്ത് വരുന്നത് 3 ഡക്കാണ്, അതായത് സ്മോൾ ഡക്കാണ്. അത് നല്ല കുഞ്ഞതാണ് കേട്ടോ. പിന്നെ സെപ്പറേറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് അവരതിൽ തന്നെ വെക്കാനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മളത് ബാറ്ററി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് വാവയ്ക്ക് വേണ്ടി മേടിച്ചിട്ടുള്ള ഒരു കളിപ്പാട്ടം. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിത് എടുത്തിട്ട് വായലിടുകയാണ് അവസ്ഥ, പക്ഷേ എങ്കിലിത് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ റേറ്റ് തന്നെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 245 രൂപയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരും തന്നെ കളിച്ചോളും. പിന്നെ ഇച്ചിരി കൂടി ഇപ്പോൾ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി ഒരു വയസ്സായിട്ടുള്ളൂ. ഇച്ചിരി കൂടി വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഡക്കിനൊക്കെ എടുത്ത് എങ്ങനെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കിയത് കളിച്ചില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ ഇത് വായിലെടുത്തിടും. അപ്പോൾ അത്രയും കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കരുത്, കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക്. ഇത് ഞാൻ കൗതുകം കൊണ്ട് അവന് കളിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചു കൊടുത്താണ്. പക്ഷേ അവന് കളിക്കാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിക്ക് തന്നെ കളിക്കാനായിട്ട് മേടിച്ചതല്ല. ആക്ച്വലി ഇത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അതെൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ കൊണ്ടുപോയിക്കാണ്. അപ്പോൾ ഞാൻ വേറൊരെണ്ണം എനിക്കത് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് LCD പാനൽ, അതായത് കളർ റൈറ്റിംഗ് ചെയ്യണ ആ സാധനം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റേറ്റ് വരുന്നത് 179 അത്രയാണ് വരുന്നത് കേട്ടോ. എനിക്ക് അഫോർഡബിളായിട്ട് തോന്നി. ഇത് 12 ഇഞ്ചിൻ്റെയാണ് കേട്ടോ. ഞാൻ മേടിച്ചേക്കണത് ഇതിൻ്റെ കളറ് ബ്ലാക്കാണ്. ഇതിൻ്റെ ഔട്ടർ കണ്ടോ, ഇത് ബ്ലാക്കാണ്. ഇതിൽ പല കളേഴ്സ് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് സെൻറ്റർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലുള്ളതൊക്കെ പോവും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞാൽ ഇതിനൊരു സെൻറ്റർ ബട്ടൺ ഉണ്ട്, അതിലേക്ക് കഴിഞ്ഞാൽ ഒക്കെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു വാവയ്ക്ക് വേണ്ടിയിട്ട്, പക്ഷേ അത് ഹസ്ബൻഡ് കൊണ്ടുപോയതുകൊണ്ട് ഞാൻ വേറെ മേടിച്ചാണ് കേട്ടോ. ഇതിലെഴുതുമ്പോൾ തന്നെ പല കളേഴ്സിലും വരുന്നുണ്ട് കണ്ടോ. ഇവിടെ ഇപ്പോൾ ഒരു ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡ്, പിന്നെ ഗ്രീൻ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് കണ്ടോ. ഇത് 12 ഇഞ്ചിൻ്റെയാണ്. വേറെ ഉണ്ട് 8 ഇഞ്ചിൻ്റെ ഉണ്ട്, 18 ഇഞ്ചിൻ്റെ ഉണ്ട്, 16 ഇഞ്ചിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ 12ൻ്റെയാണ് വാങ്ങിച്ചത്. ഇതാണ് സാധനം. ബ്ലാക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. വേറെ കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഭയങ്കര റേറ്റ് കുറവാണ്. 179 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിലൊരു പേന ഇതിൽ വെക്കാനുള്ള സ്പേസ് എല്ലാണ്ട് കേട്ടോ. നല്ലൊരു സാധനമാണ്. ഇതെനിക്കിഷ്ടപ്പെട്ടു. അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കുറേ നോക്കി എനിക്കങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ കുറേ ഡ്രസ്സുകൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ ആക്ച്വലി ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ഇഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചാകുമ്പോൾ വല്ലവർക്കെടുത്ത് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും മേടിക്കില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ. ഇത് ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് തന്നെ സെൽഫായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് ഞാൻ മേടിച്ചൊരു മെറ്റീരിയലാണ്. ഇതിൽ പഴയ പാഷനാണ്. ഈ ബുദ്ധൻ്റെ ടൈപ്പ് ഇത് കഥകളി ടൈപ്പാണ്. അങ്ങനത്തെ ഒക്കെ വന്നിട്ട് പഴയ ടൈപ്പാണ്. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ മേടിച്ചു. അപ്പോൾ ഇതാണ് ആ മെറ്റീരിയൽ വരുന്നത്. ഇതൊരു കോട്ടനാണ്. അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്. 2.5 മീറ്റർ എന്നാണ് അവർ അതിൽ ലെങ്ത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു ടോപ്പ് സെൽഫായിട്ട് തയ്ക്കണം എന്നുള്ളൊരു ധാരണയിൽ വേണ്ടി മേടിച്ചതാണ്. ആക്ച്വലി മെഷീൻ ഇടില്ല, എൻ്റെ വീട്ടിലാണ്, അത് കൊണ്ടുവരണം. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 251 ആണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഇതിലൊരു ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. നമുക്കത് കിട്ടുമ്പോൾ ഞാൻ കളഞ്ഞോന്ന് അറിയില്ല കേട്ടോ, ഒരു മിനിറ്റ്. ആ സ്റ്റിക്കറിൽ എഴുതിയിരിക്കണ റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 എന്നാണ്. അപ്പോൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ
കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ 30 എന്നാണ് റേറ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവർക്കും ഒരു ലാഭം ഇല്ലാണ്ട് അവർ വെക്കലില്ല. അപ്പോൾ എനിക്കിതിൽ അഫോർഡബിൾ റേറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഇനി ഇത് നമ്മൾ മേടിച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ മെഷീൻ ഇപ്പം എൻ്റെ കയ്യിലില്ല, എൻ്റെ വീട്ടിലാണ്. അത് ഉടനടി കൊണ്ടുവരും. അതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പം ഞാൻ സെൽഫായിട്ട് ഇപ്പോൾ ഓരോ മോഡൽ ഇറങ്ങുന്നുണ്ടല്ലോ, മറ്റേ അജ്രക്കിൻ്റെ ടൈപ്പ്, സ്ലീവ്ലെസ്സും സ്ലീവ് വെച്ചിട്ടുള്ളതും നൈറ്റി ടൈപ്പും ഫ്രില്ല് വെച്ചിട്ടുള്ള ടൈപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേ മോഡൽ തന്നെ തയ്ച്ച് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നോക്കാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ ആക്ച്വലി ഞാൻ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. എൻ്റെ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് 251 രൂപയാണ്. അപ്പോൾ നല്ലതാണ്, കോട്ടൺ ആണ്, നല്ല സാധനമാണ് ആക്ച്വലി. പോളിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല. ഇതിൽ ഇച്ചിരി കൂടി മിക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ആക്ച്വലി ഇത് കോട്ടൺ ആണ്, നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിച്ചോളൂ. ഷോപ്സിലുണ്ട്, ഓഫറുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാണ് ഒരെണ്ണം. അപ്പോൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ടോപ്പാണ്. ആക്ച്വലി ഇത് ഞാൻ റയോൺ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് എന്ന് വെച്ച് മേടിച്ചതല്ല. ഇച്ചിരി കൂടി എന്താ പറയുക, ഒതുക്കുള്ള തുണിയാണെന്ന് വെച്ചിട്ട് മേടിച്ചത്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു പോളിസ്റ്റർ കൊണ്ട് റയോൺസിൻ്റെ തുണിയാണ്. പക്ഷേ എനിക്കത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. എങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 263 രൂപയാണ്. ഇതാണ് ടോപ്പ് വരുന്നത്. ഇവിടെ സെൻറ്ററിൽ എലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൈൻ്റെ എഡ്ജിൽ എലാസ്റ്റിക് ഉണ്ട്, 2 കൈൻ്റെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നെക്കാണ്. ഇതിൻ്റെ സൈസ് XXL ആണ് ഇതിൽ കൊടുത്തേക്കണം. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ XL ആയിരുന്നു. പക്ഷേ ഇത് കൊടുത്തേക്കണം. പക്ഷേ ഇത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റാണ്. അപ്പം നമ്മൾ മേടിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് മുൻപ് ജീൻസൊക്കെ നമ്മൾ ഓൺലൈൻ മേടിക്കുമ്പോൾ ഒരു സൈസ് കുറച്ചിട്ടേ എടുക്കാൻ പാടുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ അത് മേടിക്കുന്ന സൈസ് അല്ലെങ്കിൽ വലുതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിരിക്കും. അപ്പോൾ അത് ഓൺലൈനിൽ മേടിക്കുന്ന ആൾക്കാർക്ക് അത് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു സൈസ് മേടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സൈസ് ഒന്നും അല്ല, ലൂസായിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ഇത്തിരി ടൈറ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് ടൈം മേടിക്കുമ്പോൾ അതിനെ അപേക്ഷിച്ച് അപ്പോൾ നമ്മൾ ഒന്നും കൂടിയും ഇപ്പോൾ XL വേണ്ടവർക്ക് XXL ആയിട്ട് എടുക്കുക, XXL വേണ്ടവർക്ക് XL ആയിട്ട് എടുക്കുക. അതായത് ഒരു സൈസിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. കറക്റ്റ് ബ്രാൻഡായിട്ട് വരണമെന്നല്ല. ബ്രാൻഡഡ് സാധനമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ പറഞ്ഞ സൈസ് തന്നെ ചോദിച്ച് കിട്ടിയില്ല എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ ഒരു സൈസ് എപ്പോഴും കൂട്ടിയെടുക്കണമെന്നോ കുറച്ചെടുക്കണമെന്നോ അങ്ങനെ എന്തൊരു കേട്ടിട്ടുണ്ട് ഞാൻ മുൻപ്. ഞാൻ അങ്ങനെ ഓൺലൈൻ മേടിക്കാറില്ല. ഞാനിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ഭാവിയായിട്ട് പുറത്ത് എവിടെയും പോക്കൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യണതാണ് ഈ വക സാധനങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഓൺലൈൻ പർച്ചേസിൻ്റെ ആളേ അല്ല കേട്ടോ, അത് വേറെ കാര്യം. എനിക്കൊരു സാധനം ഓൺലൈനിൽ നോക്കിയെടുക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് നേരിട്ട് കണ്ട് ഓക്കെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിന് നിവർത്തിയില്ലെന്ന് വെച്ചാൽ നമ്മളെവിടെയും പുറത്ത് പോകാറൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഓൺലൈനാണ് ഇപ്പോൾ ഒരു ആശ്രയം. അപ്പോൾ ഈ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മളിതേ ടോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ. ഇത്തിരി ലൂസി ടൈപ്പാണ്. പക്ഷേ ഇതിങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മോഡൽ. ഇതിൻ്റെ ഓൺലൈനിൽ അതിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈപ്പ്, ലൂസായി കിടക്കണത്. പിന്നെ അതെ നെക്ക് വി നെക്കാണ്. ഇതിങ്ങനെ ഒന്ന് ഓവർലാപ്പിംഗ് ആണ്, കാണുന്നുണ്ടോ എന്നറിയില്ല. ഇങ്ങനെ ഓവർലാപ്പിംഗ് ആണ്. പക്ഷേ ഇവിടെ സ്റ്റിച്ചറാണ്, അങ്ങനെ പുറത്തേക്ക് കാണുമൊന്നുമില്ല. പിന്നെ അതെ സെൻറ്ററിലൊരു എലാസ്റ്റിക് വരുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ ഇമേജ് എങ്ങനെ കാണിക്കുക വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ. ലെങ്ത്ത് എന്ന് പറയണത് കാലിൻ്റെ ആങ്കിൾ ലെങ്ത്ത് എന്നൊക്കെ പറയില്ലേ, അത്ര ഇറക്കമുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി ഈ മെറ്റീരിയൽ ആയത് കണ്ട് ഇത്തിരി നിഴലടിക്കുന്ന ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്ര ഇറക്കമുള്ള പാൻറ്റ് ഇട്ടാൽ മതി. ഫുൾ ഇറക്കമുള്ളത് ഇടണ്ട. ചെറിയ ഷോർട്ട് പാൻറ്റ്സൊക്കെ ഇല്ലേ, അത് ഇട്ടാൽ മതി. അപ്പോൾ അത് ഇതാണ് ഈ സാധനം. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ മെറ്റീരിയൽ ഇഷ്ടമുണ്ടായിരുന്നില്ല കിട്ടിക്കഴിഞ്ഞപ്പോൾ. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ ആണ് ഞാൻ. പിന്നെ സൈസ് പറഞ്ഞില്ലേ XXL, അത് ഇട്ട് കഴിഞ്ഞപ്പോൾ XXL എനിക്ക് സ്യൂട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ XL ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയപ്പോൾ ഇതായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്ര ഐറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ.